welcome to our channel Veena's Paheli. Pilu hi. Pilu hi. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു എന്താ പറയുക, എനിക്ക് ഒരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഡാർക്ക്നെസ്, ടാൻ, അതുപോലത്തെ എന്തെങ്കിലും റെമഡി പറഞ്ഞു തരാമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് കുറച്ച് നാളായി അത് അയച്ചിട്ട്. അപ്പോൾ ഞാനത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ കുറച്ച് തിരക്കുകളിലൊക്കെ പെട്ടുപോയി. അപ്പോൾ എനിക്ക് അത് ചെയ്തു നോക്കാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ആ കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സോറി കേട്ടോ. അപ്പോൾ എനിക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് റെമഡി ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ. അപ്പോൾ ഞാൻ മുന്നേ എനിക്ക് ഇതേപോലെ ടാനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഞാനൊരു വട്ടം ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ പോയപ്പോൾ നമ്മൾ നല്ല വെയിലത്തായിരിക്കുമല്ലോ പ്രാക്ടീസൊക്കെ ചെയ്യുക. അപ്പോൾ എനിക്ക് കുറച്ച് ടാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ ചെയ്ത് നോക്കിയ റെമഡി ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ലോണം വർക്ക് ചെയ്യുന്ന ഒരു റെമഡിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഷെയർ ചെയ്യാമെന്ന്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് നോക്കാൻ സമയം കിട്ടിയില്ല, പക്ഷെ അന്ന് എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് തോന്നിയിരുന്നു. ബേസിക്കലി ഡാർക്ക്നെസ് ആൻഡ് ടാനിങ്. പിന്നെ നമുക്ക് പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ റെമഡികളാകുമ്പോൾ ഇച്ചിരി ടൈം എടുക്കും. അപ്പം നമ്മൾ ടൈം എടുത്ത് റിസൾട്ട് നോക്കേണ്ടി വരും. അല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നൊരു റിലീഫ് കിട്ടണമെന്നില്ല. പെട്ടെന്ന് നമുക്കൊരു വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം തോന്നില്ല. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറച്ച് ടൈം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്ക് റെമഡി കണ്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കടലമാവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല ലൈറ്റനിങ് ഏജൻ്റാണ് കടലമാവ്. പിന്നെ കസ്തൂരി മഞ്ഞൾ അലർജി ഉള്ളവർ അതിനനുസരിച്ച് സ്വിച്ച് ചെയ്യുക, വേറെ എന്തെങ്കിലും ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നല്ലതാണ്. അപ്പോൾ ഇതിലൊക്കെ ആവശ്യമായ വെള്ളം, ഇപ്പോൾ അത് കലങ്ങാനുള്ള വെള്ളം മതി. അപ്പോൾ 1.5 ടീസ്പൂൺ കടലമാവിന് 1/2 ടീസ്പൂൺ മഞ്ഞൾ എന്നുള്ള നിലയിൽ കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇപ്പോൾ കണ്ടില്ലേ, അതേപോലെ കലങ്ങാനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് അത് ലോ ഫ്ലെയിമിൽ ചൂടാക്കി ഈ ഒരു പരിവം കുറുകി വരുത്തണം നമ്മൾ. അപ്പോൾ കുറേ ഡ്രൈ ആക്കണ്ട. ഞാൻ ഇപ്പോൾ ഡ്രൈ ആക്കിയപ്പോൾ ഇച്ചിരി ഡ്രൈ ആയി പോയി അത്. അപ്പോൾ അധികം ഡ്രൈ ആക്കണ്ട. അങ്ങനെ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് അതിലേക്ക് ഒരു തക്കാളി നീര്, 1/2 തക്കാളി നീര് മതി. പക്ഷേ എൻ്റെ കയ്യിലുള്ള തക്കാളിക്ക് ഇത് കുറവായിരുന്നു, നീര് കുറവായതുകൊണ്ട് ഞാൻ ഒരെണ്ണം മുഴുവൻ എടുത്തു. അങ്ങനെ ഈ ഒരു ഇതിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണ് ഡാർക്ക്നെസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെ പരട്ടി കൊടുക്കുക. മാക്സിമം നൈറ്റിൽ പരട്ടുന്നതാട്ടോ നല്ലത്. കാരണം വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് പകൽ ആകുമ്പോൾ എത്ര സൺസ്ക്രീൻ ഇട്ടാലും ചിലപ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. നമ്മളെപ്പോൾ എന്ത് പാക്ക് ഇടുമ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണ്ട. ഞാൻ മറന്നു. ഓക്കെ, വെയിറ്റ് ചെയ്തിട്ട് കാണാം. ഹായ്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് ആയിട്ടോ. ഇനി നമ്മൾ കൈ കഴുകട്ടെ. ഞങ്ങളിവിടെ ഒരാൾ വന്നിട്ട് ഉറങ്ങായിരുന്നു ഇത്ര നേരം. ഇപ്പോൾ എനിക്ക് പോകുന്നു. പിലു പല്ല് കാണിച്ചു കൊടുത്തേ. പിലുൻ്റെ പല്ല് കാണിച്ചു കൊടുത്തേ. പല്ല് കാണിച്ച പിലുണ്ട്. പല്ല് വന്നിട്ടുണ്ട്. ഒരു പല്ല് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒരെണ്ണം ഇങ്ങനെ വരുന്നുണ്ട്. കാണിച്ചു കൊടുത്തേ പല്ല് കാണിച്ചു കൊടുത്തേ. പല്ല് അവൾ ചില സമയത്ത് അവൾക്ക് മൂഡ് വരുന്നത് അപ്പോൾ കാണിച്ചു തരും. അവിടെ കണ്ടേ. ഗുഡ് ഗുഡ്. ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. വാഷ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് വൈപ്പ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തു കേട്ടോ. വാഷ് ചെയ്തിട്ട് ഫേസ് കാണിച്ചത്. ഫേസിന് നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട് അല്ലേ? ഫീൽ ചെയ്തോ? ബ്രൈറ്റ്നെസ് ഉണ്ട്. പിന്നെ കൈ ആളുടെ അത്യാവശ്യം നല്ല ടാൻ ഉള്ളതുകൊണ്ട് ചെറിയൊരു ഇൻസ്റ്റൻ്റായിട്ട് കാണുന്ന ഒരു ബ്രൈറ്റ്നെസ്സാണ് ഉള്ളത്. മറ്റേ കൈ കാണിച്ചാൽ ക്യാമറയിൽ ശരിക്കും അറിയുന്നില്ല. അതിൽ ഇച്ചിരി ഇങ്ങനെ ഒരു ചെറിയൊരു ലൈറ്റ് ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ പെട്ടെന്ന് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സംഭവങ്ങളല്ലേ. അപ്പോൾ കുറച്ച് ടൈം എടുക്കും. അപ്പം ചെയ്ത് നോക്കുക. അപ്പോൾ തന്നെയാണ് അത് കുറച്ച് നാൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ടാനിങ് കുറവുള്ള സ്ഥലത്താണെങ്കിൽ ഒത്തിരി പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ
ടാനിങ് കൂടുതലുള്ള സ്ഥലമാണ്, എന്താ പറയുക, ഡാർക്ക്നെസ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഈ പറയുമ്പോൾ ടൈം എടുക്കും. അപ്പോൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ എന്തായാലും ഡിഫറൻസ് ഉണ്ടാവും. ക്ഷമ വേണം. എന്നോട് ചോദിക്കാം അഭിപ്രായം എന്താണെന്നുള്ളത്. ആൾക്ക് അപ്പോൾ കൂടുതലായിട്ട് പറയാൻ പറ്റുള്ളൂ. എന്താണ് അഭിപ്രായം? ഇട്ടിട്ട് മുഖം വെളുത്തിട്ടുണ്ട് നല്ലോണം. മീൻസ് കുടിച്ചിറങ്ങണേക്കാളും ഒരു വ്യത്യാസമുണ്ട്. മഞ്ഞളൊക്കെ ഇട്ടതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. കൈ എനിക്ക് അത്ര വലിയ വ്യത്യാസം തോന്നിയില്ല. കൈ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഇവള് പറയണതെന്ന് പറയുന്നത് കുറച്ച് ദിവസം നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടിട്ടല്ലേ, വീക്കിലി ഇടണം. അത് വീക്കിലി നമ്മൾ ഒരു 3 to 4 times ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കൂടുതലുണ്ടെങ്കിൽ ഒരു വീക്കിൽ 3-4 പ്രാവശ്യം. ഓക്കെ അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമായിരിക്കും. മാറ്റം വരും. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. കാരണം ഡാർക്ക്നെസ് നമ്മൾ അതിൻ്റെ ടൈം കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ, റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അധികം ടാനിങ് ഇല്ലാത്ത നമുക്ക് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെയുള്ളത് നമുക്ക് ടൈം ഇങ്ങനെ കുറച്ചെടുക്കും. എൻ്റെ അനുഭവം അങ്ങനെയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇഷ്ടമായ പാക്ക്? ഇടയ്ക്കിടയ്ക്ക് ഇട്ടാന്നുള്ളൂ. മുഖത്ത് നല്ല വ്യത്യാസമുണ്ട്. ഇല്ല, വ്യത്യാസമുണ്ട്. നാച്ചുറലല്ലോ, അതിന് കുഴപ്പമില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ടൈം കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മൾ പറഞ്ഞ ആ റെമഡി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല എഫക്റ്റീവാണ് കേട്ടോ. അപ്പോൾ കടലമാവ് എന്ന് പറയുന്നത് എപ്പോഴും ബ്രൈറ്റനിങ് ലൈറ്റനിങ് ഒരു ഇത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കൂടുതലായിട്ട് ഉപയോഗിച്ചത്. പിന്നെ ടൊമാറ്റോ എന്ന് പറഞ്ഞാലും വൈറ്റമിൻ സി, സ്കിൻ ലൈറ്റനിങ്ങിനൊക്കെ ഒരുപാട് ഉപകരിക്കും. പിന്നെ ഈ ടാനിങ്, പ്രത്യേകിച്ച് ടാനിങ്ങിന് ബെസ്റ്റ് റെമഡിയാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ അതും നല്ല എഫക്റ്റീവാണ്. പിന്നെ ഇതിലെ കടലമാവ് ആർക്കും അലർജി ഉണ്ടാകാൻ സാധ്യതയില്ല. പിന്നെ ടൊമാറ്റോ വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ പറയാൻ പറ്റില്ല, ചിലർക്ക് അലർജി ഉണ്ടാവും. അപ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്യാം. മിക്കതും ഭൂരിഭാഗം എല്ലാവർക്കും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള നെക്കിൻ്റെ ഡാർക്ക്നെസ്, പിന്നെ അതുപോലെ അണ്ടർ ആം ഡാർക്ക്നെസ്, ഇതിനൊക്കെ ഇച്ചിരി കൂടി ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ നമുക്ക് ടാനിങ് അങ്ങനത്തെ ചെറിയ കാര്യം പീല് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അവള് എൻ്റെ നിന്ന് മാറിയിരിക്കില്ല. അതാ പിന്നെ ഞാൻ അവളെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, ചെറിയ ചെറിയ ടാനിങ് അങ്ങനത്തെ സംഭവങ്ങളാണെങ്കിൽ നമുക്കൊരു 2 to 3 വീക്സിനുള്ളിൽ എന്തായാലും റിസൾട്ട് കാണും. പിന്നെ അല്ലാത്ത ഡാർക്ക്നെസ് ആണെങ്കിൽ അതിനൊക്കെ ടൈം എടുക്കുന്നതാണ്. അപ്പോൾ അതിന് നിങ്ങൾ എന്തായാലും 1 to 2 months ഒക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അല്ലാത്ത എന്തായാലും പെട്ടെന്ന് ക്യൂറാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് അനുഭവമുള്ളത്. പിന്നെ എന്തെങ്കിലും മെഡിക്കൽ കണ്ടീഷൻ കൊണ്ടുവരുന്ന ഡാർക്ക്നെസ് ആണെങ്കിൽ നമുക്ക് അതിൽ നമ്മൾക്ക് ഇങ്ങനത്തെ റെമഡീസ് ഒന്നും ചെയ്താൽ അതിന് റിലീഫൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ അതിന് സജസ്റ്റഡ് ആയിട്ടുള്ള സ്കിന്നിൻ്റെ ഡോക്ടറെ കാണണം. അപ്പോൾ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടാൽ തന്നെയാണ് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ കുറേ പേര് നമ്മുടെ ഒരു പ്രോഡക്റ്റ്, ഡെർമഡോക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു, ഒരു സ്പ്രേ. അത് യൂസ് ചെയ്തിട്ട് കുറേ പേർക്ക് മാറ്റണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഷുവർട്ടീനെ നിങ്ങൾക്ക് അതിൽ യൂസ് ചെയ്യാം. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പക്ഷേ അതിൽ ഒരുപാട് പേർക്ക് മാറ്റുണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം ചിലപ്പോൾ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കാം. അപ്പോൾ ഇതൊന്നും ചെയ്തിട്ട് ഒരു 3 months കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. ചില സ്കിൻ ഇഷ്യൂസൊക്കെ പല റീസൺ കൊണ്ടായിരിക്കാം. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിലുള്ള റീസൺ ഡോക്ടേഴ്സിന് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ അതിൻ്റേതായ റെമഡീസ് തരുമ്പോൾ മെഡിസിൻസ് നമ്മളെടുക്കുമ്പോൾ അപ്പോൾ അതിൻ്റേതായ റിലീഫ് നമുക്ക് കിട്ടും. അപ്പോൾ അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എനിക്ക് പറയാനുള്ളത് അത്രയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന ഈ റെമഡി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ പറയുക. ഞാൻ എന്തായാലും കുറച്ച് വീഡിയോസ് ചെയ്യുന്ന വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവളെ വെച്ചിട്ട് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനതുകൊണ്ട് ഇത്തിരി ഗ്യാപ്പ് എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ നല്ല നല്ല ഇതുപോലെ വീഡിയോസ് ആയിട്ട് വരും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, എന്ന് പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. ഇല്ല, ബൈ ബൈ. അവിടെ നോക്കിയിട്ട് ബൈ ബൈ.